ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണനും ഗോപസ്ത്രീകളും. കുട്ടികളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് കൃഷ്ണനും ഗോപസ്ത്രീകളുമായിട്ടുള്ള ലീലകളാണ് പറയുന്നത്. കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ഓടക്കുഴലുമായിട്ടാണ് പോകുന്നത്. കൃഷ്ണൻ്റെ വേണുനാഥം എല്ലാവർക്കും, ഗോപസ്ത്രീകൾക്കും പക്ഷികൾക്കും പ്രത്യേകിച്ച് മൃഗങ്ങൾക്കും വരെയേറെ പ്രിയമായിരുന്നു. എന്നാൽ കൃഷ്ണൻ്റെ വേണുനാഥം കേട്ട് കേട്ട് ഗോപ വനിതകൾ കുട്ടിയായ കൃഷ്ണനിൽ അനുരാഗവതികളായി തീർന്നു. ഭക്തിയിൽ നിന്നുണ്ടായ അനുരാഗമായിരുന്നു അത്. ഭർതൃമതികളും യുവതികളും കുമാരികളും എല്ലാം മുരളീഗാനം കേൾക്കുമ്പോൾ എല്ലാം മറന്ന് അവിടേക്ക് ഓടിയെത്തുമായിരുന്നു. പീലികൾ തിരികെ തലമുടിയോടും മന്ദഹാസത്തോടും ഗണ്ഡസ്ഥലങ്ങളിൽ പ്രതിബിംബിക്കുന്ന കുണ്ടലങ്ങളോടും നെറ്റിയിൽ ഗോപീചന്ദനക്കുറിയോടും വനമാല, കൗസ്തുമാല തുടങ്ങിയ കണ്ഠാഭരണങ്ങളോടും കാലിൽ കിങ്ങിണികളും കിലുക്കി കണ്ണൻ വൃന്ദാവനം മൊത്തം ഓടി നടക്കും. ഭഗവാനോടുള്ള പ്രേമഭക്തി വർദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാദദാസികളായി തീരാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി ഗോപികമാർ വ്രതം തുടങ്ങി. പൗർണമി ദിവസം അവസാനിക്കത്തക്ക വിധം ഒരു മാസത്തെ കാർത്യായനി വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഭഗവാന്റെ ഭാര്യമാരാകുവാനല്ല, പാദദാസികളാകുവാനാണ് അവർ ആഗ്രഹിച്ചത്. അവസാനം പൗർണമി ദിവസം എത്തി. അന്ന് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിരയാണ്. മഴ പോലെ മഞ്ഞു പെയ്യുന്ന സമയമാണ്. വൃന്ദാവനവാസികളായ ഗോപസ്ത്രീകൾ എല്ലാവരും ഒന്നിച്ചുകൂടി പാർവതീ സ്തോത്രങ്ങളും പാടിക്കൊണ്ട് കാളന്തിയിലെത്തി. തണുപ്പ് വകവയ്ക്കാതെ അതിലിറങ്ങി കുളിച്ച് ദേവിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിൽ മാലകൾ ചാർത്തി പൂജിച്ച് പ്രാർത്ഥിക്കും. ഏത് ജന്മത്തിലെങ്കിലും ഭഗവാന്റെ പാതിദാസികളാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വ്രതം അവസാനിച്ചു. തൻ്റെ ഭക്തരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ഗോപികൾ വളരെ സന്തോഷത്തോടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയിൽ വെച്ചിട്ട് പൂർണ്ണ നഗ്നകളായി കാളുന്നിയിലിറങ്ങി കുളിച്ച് രസിക്കാൻ തുടങ്ങി. കാളുന്നി പുണ്യനദിയായ യമുന തന്നെയാണ്. അതുകൊണ്ട് അതിൽ നഗ്നകളായി ഇറങ്ങി കുളിക്കുന്നത് വലിയ പാപമാണ്. പാട്ടും കുളിയും തകൃതിയായി നടക്കുന്നതിനിടയിൽ കുട്ടിക്കളി മാറാത്ത കണ്ണൻ ആരും കാണാതെ ഗോപസ്ത്രീകൾ അഴിച്ചുവെച്ച വസ്ത്രങ്ങളെടുത്ത് തീരത്ത് നിന്ന ഒരു അശ്വത്ഥമരത്തിൽ കയറിയിരുന്ന വസ്ത്രങ്ങൾ കൊമ്പുകളിൽ തൂക്കിയിട്ടിട്ട് വേണുഗാനം പാടാൻ തുടങ്ങി. വേണുഗാനം കേട്ട സ്ത്രീകൾ കരയിലേക്ക് നോക്കിയപ്പോൾ തങ്ങളുടെ ഉടുതുണികൾ അരയാലിൽ തൂക്കി ഇട്ടിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ഇരുന്ന് കണ്ണൻ ഓടക്കുഴൽ ഊതുന്നത് കണ്ടു. ഗോപികൾ അത് കണ്ട് കുറേ നേരത്തേക്ക് ജീവനില്ലാത്ത പ്രതിമകളെപ്പോലെ നിന്നുപോയി. അവർ നഗ്നകളായി എങ്ങനെ കരയ്ക്ക് കയറും? കൃഷ്ണൻ ചേലകൾ ഇട്ട് തന്നാൽ മാത്രമേ അവർക്ക് കയറാൻ പറ്റുകയുള്ളൂ. അവർ വസ്ത്രങ്ങൾ കിട്ടുന്നതിന് കൃഷ്ണനോട് യാചിച്ചു. കൃഷ്ണൻ അത് കേട്ട ഭാവം നടിച്ചില്ല. ഞങ്ങൾ നിന്നെ ലാളിച്ച് വളർത്തുന്നവരല്ലയോ, പാലും വെണ്ണയും എല്ലാം തരുന്നവരല്ലയോ, കണ്ണൻ്റെ കൂടെ ഓടക്കുഴൽ നാദത്തോടൊപ്പം കളിക്കുന്നവരല്ലയോ, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളോട് കരുണ കാണിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ വസ്ത്രം എറിഞ്ഞാൽ നദിയിൽ വീണ് നനയുമെന്ന് കൃഷ്ണൻ പറഞ്ഞു. സൂര്യൻ്റെ പുത്രിയും പുണ്യനദിയുമായി കാളുന്നിയിൽ നഗ്നനായി ഇറങ്ങി കുളിച്ചതുകൊണ്ട് 2 കൈകളും ശിരസിൽ വെച്ച് തൊഴുത് മാപ്പപേക്ഷിക്കാൻ പറഞ്ഞു. അവർ എല്ലാം മറന്ന് മാപ്പപേക്ഷിച്ചു. അവരിൽ കണ്ണന് കാരുണ്യം വർദ്ധിക്കുകയും വസ്ത്രങ്ങൾ കൊടുത്തിട്ട് അവരുമായി നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ വിഷമമെല്ലാം മാറ്റി. അവർക്ക് ഭഗവാനോട് ഭക്തിയും സ്നേഹവും വർദ്ധിച്ചു. ഭഗവാന്റെ വേണുനാഥം കേൾക്കുമ്പോൾ ഗോപികൾ എല്ലാം മറന്നു ഓടിയെത്തും. അവനുമായി കളിച്ച് രസിച്ച് പല ലീലകളുമാടി ആനന്ദിക്കും. ഗോപസ്ത്രീകളിൽ പ്രധാനി രാധയായിരുന്നു. കൂടുതൽ കേളികളും കൃഷ്ണനും രാധയും കൂടെ ആയിരുന്നു. ഓരോരുത്തരും അവനവനെയാണ് കൃഷ്ണൻ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കി. അത് അവരിൽ പ്രത്യേകിച്ച് ഉറ്റതോഴിയായ രാധയ്ക്കും അഹങ്കാരം ഉണ്ടാക്കി. അഹങ്കാരം ശമിപ്പിക്കാൻ കൃഷ്ണൻ കുറേ നാൾ അപ്രത്യക്ഷനായി നിന്നു. അവർ വളരെ ദുഃഖത്തോടെ ഭഗവാനെ അന്വേഷിച്ച് നടന്നു. അവരുടെ ഭക്തിയും സ്നേഹവും കാണുന്നതിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കൂടെ രസകരമായ ലീലകളാടി കഴിഞ്ഞു. കുട്ടികളെ, ഭഗവാന്റെ ലീലകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ നിർത്തുന്നു. ഇനി അടുത്ത കഥയുമായി വരാം. ഹരി ഓം തത് സത്.